നമ്മുടെ എമ്പുരാൻ വിവാദം കൊഴുത്ത് പഴുത്ത് നാശമാകുകയാണ്. അതിന് ഇപ്പോൾ കാരണമായിട്ടുള്ളത് ഇങ്ങേരുണ്ടല്ലോ, പൃഥ്വിരാജ് സുകുമാരൻ, നല്ലൊരു നടനാണ് കേട്ടോ. അപ്പോൾ ആ നടന് ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചു. വലിയ ബഹളമായി. എമ്പുരാൻ ഇറങ്ങി. എമ്പുരാൻ ഹിന്ദു വിരുദ്ധ ചിത്രമാണ്, അല്ലെങ്കിൽ ദേശദ്രോഹ ചിത്രമാണ്, അതിൻ്റെ പേരിൽ പ്രതികാരം നടത്തുകയാണ്, അപ്പടിയാണ് ഇപ്പടിയാണ്, പൃഥ്വിരാജിൻ്റെ പോലെ തങ്കപ്പെട്ട ഒരു മനുഷ്യൻ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാൻ ബഹളം. ഷുടാ, ഈ പറയുന്നത് കേട്ടാൽ ഇൻകം ടാക്സ് നോട്ടീസ് അയക്കുന്നത് എന്തോ പുതിയ സംഭവമാണെന്ന് തോന്നുന്നു. നമുക്ക് പൃഥ്വിരാജ് സുകുമാരൻ്റെ കാര്യത്തിലേക്ക് പിന്നെ വരാം. ഞാൻ നിങ്ങളൊരു സത്യം പറയട്ടെ. ഞാനൊരു കാലത്ത് 10-15 വർഷം മുമ്പ് ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു കമ്പനിയുടെ ജനറൽ മാനേജറായിരുന്നു. ചെറിയൊരു കമ്പനിയാണ്, ഒരു 2-3 കോടി രൂപ ടേൺ ഓവർ. ഇപ്പോഴത്തെ കണക്കിൽ സൂക്ഷ്മ ചെറുകിട എന്നൊക്കെ പറയുമല്ലോ, അതിൽപ്പെട്ടതാണ്. മൈക്രോ, സ്മോൾ, പിന്നെ മാക്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ചില തരംതിരിവുകളുണ്ട് ഇൻഡസ്ട്രിയിൽ. അന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിരുന്നു, ഇന്നതൊരു പക്ഷേ മാക്രോ ആയിരിക്കും. അപ്പോൾ 2-3 കോടി രൂപ വലിയ കാര്യമാണ്. പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചിരുന്നു, 10 പൈസ ഞാൻ ഇൻകം ടാക്സ് കൊടുക്കില്ല. കാരണം ഞാനും എൻ്റെ ജോലിക്കാരും രാപകൽ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് സർക്കാരിന് ചുമ്മാ കൊടുക്കാനോ, കൊണ്ടുപോടാ 30%, 35%, ഇവൻ ആരാണ്? ഇതായിരുന്നു എൻ്റെ ചിന്താഗതി. ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചിന്താഗതി കേട്ടോ. കാരണം ഇൻകം ടാക്സ് ഒരു അന്യായമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. ഇൻകം ഉണ്ടാക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്, അല്ലാതെ ഇൻകം ഇല്ലാതാക്കാനായിട്ട് നീ ഇൻകം ഉണ്ടാക്കിയാൽ നിന്നെ ഞാൻ ശിക്ഷിക്കും, ഇൻകം ഒന്നുമില്ലേ, നിനക്ക് ഞാൻ ഫ്രീ റേഷൻ തരും. ഇതെന്തൊരു ഏർപ്പാട് ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഇൻകം ടാക്സ് വിരുദ്ധനാണ്, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. അപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന കമ്പനിയിൽ ഞാനൊരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് കൊടുക്കാതിരിക്കാൻ ചെയ്യുന്നത് ഇൻകം കാണിക്കാതിരിക്കലല്ല, അത് നമ്മൾ ചെയ്യരുത്, അത് നിയമവിരുദ്ധമാണ്. നിയമത്തിനുള്ളിലെ പഴുതുകൾ ഉപയോഗിച്ച് നമ്മളുടെ ഇൻകം രക്ഷപ്പെടുത്തിയെടുക്കുക, ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. വ്യക്തിപരമായിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ഈ അച്ഛൻ്റെ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ് എന്ന് ഡിക്ലെയർ ചെയ്യുക. അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാടക വാങ്ങി എന്ന് പറഞ്ഞിട്ടൊരു രസീത് എഴുതി വാങ്ങുക. നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് 12 ഒരു രസീത് കാണിച്ചാൽ മതി, 12 മാസത്തേക്ക് നിങ്ങളുടെ വാടക ഇനത്തിൽ അത്രയും രൂപ ടാക്സ് ഇളവ് കിട്ടും. ഇതെല്ലാവർക്കും അറിയാമല്ലോ, അറിയാം. ഞാനും വിചാരിച്ചു, അന്ന് ഞാൻ ജോലിയാണ്, ഈ കമ്പനി നടത്തലല്ല, ജോലിയാണ്. അപ്പം ഞാൻ ഒരു രസീതുമൊക്കെ എഴുതി അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞു, അച്ഛാ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. എന്താടാ ഇത്? അല്ല, അച്ഛൻ്റെ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നു, ഇത്രയാണ് വാടക, അത് ഇന്ന മാസത്തെ കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് രസീത് ഒപ്പിട്ട് തരണം. അച്ഛനങ്ങ് കയറി ചൂടായി. പോക്കൃത്തരം പറയുന്നോടാ എൻ്റെ അടുത്ത്. എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഞാൻ ഒപ്പിട്ട് തരണം? ഇറങ്ങി പോടാ ഇവിടെ നിന്ന്. ഞാൻ കാരണക്കുറ്റി അടിച്ച് പൊട്ടിക്ക്. ഞാൻ ഇവനെന്ത് സംസ്കാരമില്ലാത്തവൻ. വൻ ബഹളമായി. അമ്മ ഓടി വന്നു. അമ്മ പറഞ്ഞു, എന്താ ഇവിടെ ബഹളം? നമ്മുടെ മോൻ പറയുന്നത് കേട്ടില്ലേ, അവനിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കണം പോലും. അപ്പോൾ അങ്ങനെ ചെയ്താൽ അവനെന്തോ ടാക്സിൽ ഇളവ് കിട്ടും എന്തൊക്കെയോ പറയുന്നു. നിൻ്റെ പുള്ളി എന്നോട് പറഞ്ഞു, മോനെ ടാക്സ് ഇളവ് കിട്ടുകയോ എന്ത് കുന്തം കിട്ടുകയോ, നീ ഇതിനൊന്നും കൂട്ടു നിൽക്കരുത്, ഇതൊക്കെ അധർമ്മമാണ്. അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ മകൻ വാടകയ്ക്ക് താമസിക്കുന്നെന്ന് പറഞ്ഞ് വാടക കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഒപ്പിട്ട് തരാനോ? പ്രാണം പോയാലും ഞാനത് ചെയ്യില്ല. നീ എന്താടാ ഈ കാണിക്കുന്നത്? എവിടെ പോയി ഇതിൻ്റെ സംസ്കാരം? ഇതായിരുന്നു അച്ഛൻ്റെ ചോദ്യം. അതെന്നെ വല്ലാതെ കുഴപ്പത്തിലാക്കി. കാരണം ഇറ്റ് ഈസ് എ കൾച്ചറൽ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എബവ് ഇൻകം ടാക്സ്. നമ്മളുടെ ഇൻകം ടാക്സ് ആക്ട്, ഫേമ ആക്ട്, ഫെയർ ആക്ട്, ഭരണഘടന, കുന്തം കുടച്ചക്രം, നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞില്ലേ കുന്തം കുടച്ചക്രം, ഇതിൻ്റെയൊക്കെ മുകളിലാണ് നമ്മളുടെ സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് എൻ്റെ അച്ഛൻ എന്നെ ശാസിച്ചത്. ഞാനിത് ഈ ഇൻസ്റ്റൻസ് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഐ ആം ദാറ്റ് മച്ച് എഗൻസ്റ്റ് ഇൻകം ടാക്സ്, ദാറ്റ് മച്ച് എഗൻസ്റ്റ് ഇൻകം ടാക്സ്. അച്ഛനത് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തില്ല, വേറെ കാര്യം.
ദാറ്റ് വാസ് മൈ പേഴ്സണൽ ഡിസിഷൻ. ബട്ട് ബേസിക്കലി ഞാൻ ഇൻകം ടാക്സിന് എതിരാണ്. ഇനിയിപ്പോൾ നമുക്ക് പൃഥ്വി സുകുമാരൻ്റെ കാര്യത്തിലേക്ക് വരാം. പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ പൃഥ്വിരാജ് കഴിഞ്ഞ ഒരു 2022 ജനഗണമന, ഗോൾഡ്, കടവ് ഈ 3 സിനിമയ്ക്ക് പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. കോ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ലാഭവിഹിതം മാത്രമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതെന്താണ് എന്നാണ് ഇവരുടെ ഇൻകം ടാക്സിൻ്റെ ചോദ്യം. ന്യായമായ ചോദ്യമല്ലേ? പൃഥ്വിരാജ് അഭിനയിക്കുന്ന സിനിമയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങുന്നില്ല. അതേസമയം അതിൻ്റെ കോ പ്രൊഡ്യൂസറാണ് പൃഥ്വിരാജ്. അതുകൊണ്ട് കോ പ്രൊഡ്യൂസറുടെ ആ പ്രൊഡ്യൂസർമാർക്ക് കിട്ടുന്നതിൻ്റെ ഷെയർ മേടിച്ചു. ബട്ട് അഭിനയിച്ചതിൻ്റെ പ്രതിഫലം വാങ്ങിയില്ല. അതെന്താ? അത് പ്രതിഫലം വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. അത് വേറെ ഏതോ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇൻകം ടാക്സ് നോട്ടീസിൻ്റെ രത്നച്ചുരുക്കം. ഡീറ്റെയിൽസൊക്കെ വേറെ അത് പുറത്ത് വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു പലചരക്ക് കട നടത്തുന്നു, വീടിന് മുമ്പിൽ കട ഇങ്ങനെ നടത്തുന്ന ധാരാളം പേരുണ്ടല്ലോ. വീട് പുറകിൽ, കട മുമ്പിൽ, റോഡ് സൈഡിലായിട്ട്. ഇപ്പോൾ വീട്ടിനകത്ത് നിന്ന് ഭാര്യ വന്നിട്ട് ചുമ്മാ ചാക്കിൽ നിന്ന് കുറേ പഞ്ചസാര വാരിക്കൊണ്ട് അങ്ങ് പോകും, ഇല്ലേ? കടക്കാരനൊന്നും മിണ്ടുകയില്ല. അപ്പോൾ പുള്ളി വന്ന ആൾക്കാർക്ക് സാധനം കൊടുക്കുക, ഇതൊക്കെ ചെയ്യും. പുറകിൽ കൂടെ ഒരു പെണ്ണുമ്പിള്ള വന്നിട്ട് കുറേ പഞ്ചസാര വാരിക്കൊണ്ട് അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോൾ ശകലം ഉപ്പ് വാരിക്കൊണ്ട് അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോൾ ചെറുപയർ ശകലം വാരിക്കൊണ്ട് പോകും. ഇതിനൊന്നും ഒരു കണക്കുമില്ല കുമ്മട്ടിക്കയിൽ. ഇതെന്ത് പരിപാടി? കാരണം അവരുടെ കടയാണ്. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് അവരെടുക്കുന്നു. ലാഭമോ നഷ്ടമോ കുന്തമോ അവർ നോക്കുന്നില്ല. ഇതുപോലെ പൃഥ്വിരാജിൻ്റെ ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ, തന്ത്രമല്ല, അത് പലരും ചെയ്യുന്നതാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ ഞാൻ പ്രതിഫലം വാങ്ങുന്നില്ല. എന്തിനു വാങ്ങണം? ഞാനല്ലേ പ്രൊഡ്യൂസർ. ഞാനും വേറെ 2-3 പേരും ഉണ്ടെന്ന് വെച്ചോ. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളാണ്. ഞങ്ങളോട് തന്നെ പ്രതിഫലം മേടിക്കുന്നത് എന്തിനാ? എൻ്റെ ഭാര്യ എൻ്റെ കടയിൽ നിന്ന് പഞ്ചസാര വാരി കൊണ്ടുപോയാൽ അതിൻ്റെ കണക്ക് ഞാനെന്തിനും ചോദിക്കണം? എൻ്റെയും ഭാര്യയുടെ, എൻ്റെ കുടുംബത്തിൻ്റെ കടയാണെന്നേ അത്. അതിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ന്യായം മിക്കവാറും ഇതായിരിക്കും, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ചു, അതുകൊണ്ടെന്താ? ബട്ട് ഇൻകം ടാക്സിൻ്റെ സംശയം അവിടെ നിൽക്കില്ല. കാരണം ഈ പൈസ വേറെ ഏതോ രീതിയിൽ അത് ഈടാക്കിയിട്ടുണ്ട്. ഒന്നുകിൽ സിനിമയുടെ ഇപ്പോൾ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് മുതൽ തുടങ്ങിയ ഒരു ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നു. 100 കോടി കളക്ഷനായി, 150ആയി, 250ആയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചു പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഈ സാധനം നിന്നു. കാരണം ഇവരൊക്കെ IT-യുടെ റഡാറിലായി. കാരണം 1500 കോടി രൂപ മോഹൻദാസിൻ്റെ സിനിമ കളക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് വെറുതെ ഇരിക്കുക. എടാ അതിൻ്റെ ടാക്സ് വന്നില്ല ഇവിടെ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് വരും. ഇതാണല്ലോ അവരുടെ പരിപാടി. അപ്പോൾ പെട്ടെന്ന് ഈ സിനിമകളുടെ വരുമാനം കാണിക്കുന്ന സ്വഭാവം നിന്നു. അതിന് ഒരു എക്സെപ്ഷൻ ഉണ്ടായത് എമ്പുരാനിലാണ്. മോഹൻലാലും ഒക്കെ ഇത്ര കോടി അവിടെ കിട്ടി ഇവിടെ കിട്ടി എന്നൊക്കെ പറഞ്ഞു. നാട്ടുകാരെല്ലാം കൂടെ എവിടെ കിട്ടിയിടൂ എന്നൊക്കെ ചോദിച്ചു. ആകെ കൂടെ കച്ചറയായി. അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഏതായാലും സിനിമയ്ക്ക് കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ കൃത്യമായ കണക്ക് പുറത്തു വരുന്നില്ല എന്നുള്ളൊരു ധാരണ ഇൻകം ടാക്സിനുണ്ട്. നേരത്തെയും സിനിമാ താരങ്ങളെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റല്ല, ഇപ്പോൾ അന്വേഷിച്ചിട്ടുണ്ട്, റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ദിലീപിനെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. മോഹൻലാൽ ഹാജരായിട്ടുണ്ട്. ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ ഇവരൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവർ കോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് ആൻ്റണി പെരുമ്പാവൂർ, ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് ആൻറ്റോ ജോസഫ് ഫേസ്ഡ് സിമിലർ പ്രോബ്സ് ഇൻ 2022. ഈ പറഞ്ഞ 3 സംവിധായകരും 2022 റെയ്ഡിന് വിധേയരായിട്ടുണ്ട്. റെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ കുഴപ്പം പിടിച്ച ഏർപ്പാടാണെന്ന് വിചാരിക്കേണ്ട. റെയ്ഡ് ചെയ്യുന്നത് ഇൻകം ടാക്സിന് സംശയം ഉണ്ടാവുക. ആ സംശയം വ്യക്തമായിട്ട് അവർ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കമ്മീഷണറിൽ കുറയാത്ത ഡെസിഗ്നേഷനുള്ള ഒരാളിനെ അത് ബോധ്യപ്പെടുത്തുക. അയാളാണ് റെയ്ഡിന് അനുവാദം കൊടുക്കുന്നത്. ഈ റെയ്ഡ് എന്ന് നടക്കും എന്നുള്ള വിവരം രഹസ്യമായിട്ട് വയ്ക്കും. എന്നിട്ടാണ് റെയ്ഡ് ചെയ്തത്. റെയ്ഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കുറ്റക്കാരനൊന്നും ആകുന്നില്ല. ആകെ ഇതേ ഉള്ളൂ, നിങ്ങൾ എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കോ കുമ്മടിക്കുമ്പോൾ മറ്റേ ഇത് നോട്ട് ബുക്കിലൊക്കെ കുറിച്ച് വയ്ക്കുക. അങ്ങനെയാണ് നമ്മുടെ OC
RC KK IK ഒക്കെ നമ്മുടെ കരിമണൽ കർത്താവിൻ്റെ പുറത്ത് വന്നത് ഇതുപോലെ ബുക്കിൽ എഴുതി വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ എഴുതി എവിടെയെങ്കിലും എഴുതി വയ്ക്കുമല്ലോ വന്ന കാശും പോയ കാശും. ഇത് ഇവർ പരിശോധിച്ച് വീട്ടിൽ നിന്ന് കണ്ടെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുടുങ്ങി. പിന്നെ വലിയ പ്രശ്നമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇതുപോലെ ഒന്നും പൃഥ്വിരാജ് ചെയ്തിട്ടില്ലെങ്കിൽ പൃഥ്വിരാജിനെ ഭയപ്പെടാനൊന്നുമല്ല. ഇൻകം ടാക്സ് ഈ നോട്ടീസ് വരുന്നത് സാധാരണ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കമ്പനിയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. എനിക്ക് കിട്ടാൻ ഇനി ഇൻകം ടാക്സ് നോട്ടീസൊന്നും ബാക്കിയില്ല. 3-4 നോട്ടീസായി ആയിക്കഴിഞ്ഞപ്പോൾ ഞാനതിന് പ്രൊവിഷൻ ഉണ്ടാക്കി. എനിക്കുള്ള ഇൻകം ടാക്സ് നോട്ടീസ് നേരെ എൻ്റെ ഓഡിറ്റർക്ക് പോകും. ഓഡിറ്റർ അതിന് മറുപടി കൊടുക്കും. ഓഡിറ്റർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ദേ പിന്നെ ഇൻഡാസ് വന്നിട്ടുണ്ട് കേട്ടോ, GM ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ പറയും ഞാൻ 10 പൈസ കൊടുക്കില്ല, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കണക്കൊന്ന് ശരിയാക്കുക എന്ന് പറയും. കുറേ ശരിയാവും, കുറേ ശരിയാവില്ല. അവസാനം ഇൻകം ടാക്സുകാർ പറയും ഇതൊക്കെ പോയിട്ട് ഒരു 6 ലക്ഷം രൂപ ഇവിടെ അടയ്ക്കുമെന്ന് പറയും. ഞാൻ ഈ 6 ലക്ഷം രൂപ അടയ്ക്കും, പ്രശ്നം തീരും. ഇതില്ലെങ്കിൽ 16 ലക്ഷം രൂപ അടയ്ക്കേണ്ട ഞാനാണ്. യുദ്ധം ചെയ്ത് ഇവന്മാരുമായിട്ട് ഗൂസ്തി പിടിച്ച് ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഓലമിടഞ്ഞ കാശാണ്, തേങ്ങ കൊണ്ടുപോയ കാശാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കില്ല. നമ്മൾ ഉണ്ടാക്കിയ കാശല്ലേ എന്ന്. ബട്ട് ഒരു കാര്യം, ഞാൻ ഇൻകം ഡിക്ലെയർ ചെയ്യും, ഇൻകം ഒളിച്ചു വയ്ക്കില്ല. ഞാൻ ആകെ അവരുമായിട്ട് ഇൻകം ടാക്സുമായിട്ട് തർക്കിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഇൻകം ഇത്രയുമാണ്, പക്ഷേ ഇതിന് ഇന്ന കാരണങ്ങളാൽ ടാക്സ് അടിക്കാൻ പാടില്ല. ഇതാണ് ഞാനും എൻ്റെ ഓഡിറ്ററും നടത്തിക്കൊണ്ടിരുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ ഭാഗികമായിട്ട് നമ്മൾ വിജയിക്കും, ഭാഗികമായിട്ട് പരാജയപ്പെടും. ആ ടാക്സ് അങ്ങ് അടയ്ക്കും. അതുകൊണ്ട് കള്ളത്തരം എന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. സത്യസന്ധമായിട്ട് എല്ലാം എഴുതി വയ്ക്കും, എന്നിട്ട് അവരുമായിട്ട് തർക്കിക്കും. ഇതിന് ടാക്സ് തരില്ല എന്ന് പറഞ്ഞു. പറ്റില്ല, ടാക്സ് കിട്ടിയേ പറ്റുള്ളൂ അവരും. ഇങ്ങനെയാണ്. അല്ലാതെ ഇൻകം മറച്ചു വയ്ക്കരുത്. പൃഥ്വിരാജ് ഇൻകം മറച്ചു വെച്ചെങ്കിൽ പൃഥ്വിരാജ് വലിയ കുഴപ്പത്തിലാണ്. അത് പൃഥ്വിരാജ് മാത്രമല്ല, ഏത് രാജാണെങ്കിലും കുഴപ്പത്തിലാവും. ഇന്നല്ലെങ്കിൽ നാളെ കുഴപ്പത്തിലാവും. അത് എമ്പുരാൻ സിനിമയായിട്ട് ബന്ധിപ്പിക്കുന്നത് അവിടെയാണ് രാഷ്ട്രീയം. കണ്ടോ, എമ്പുരാൻ സിനിമ പിടിച്ചു, അത് നരേന്ദ്രമോദിക്ക് പിടിച്ചില്ല, അതുകൊണ്ട് പിടികളാ അവനെ എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സുകാരെ അയച്ചു. അങ്ങനെയൊന്നുമല്ല. 2022 കാര്യമാണ് ഇപ്പോൾ ഇൻകം ടാക്സുകാർ ചോദിക്കുന്നത്. ഇൻകം ടാക്സുകാർ പറയുന്നു ഇത് ഓട്ടോ ജനറേറ്റഡ് നോട്ടീസാണ്. കാരണം ഇത്ര കാലത്തിനുള്ളിൽ എക്സ്പ്ലനേഷൻ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ, ഓട്ടോമാറ്റിക്കായിട്ട് മെയിൽ പോകും. ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ആ ദിവസം നിങ്ങളുടെ 90 ദിവസം കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വിശദീകരണം വന്നിട്ടില്ല, അതുകൊണ്ട് ഉടൻ 15 ദിവസത്തിനകം തീർത്തില്ലെങ്കിൽ താട്ടിക്കളയും, കഴുത്ത് ചെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വകുപ്പ് ചട്ടമൊക്കെ എഴുതിയിട്ട് നോട്ടീസ് അങ്ങ് പോകും കമ്പ്യൂട്ടർ വഴി. ഇത് എമ്പുരാനുമായിട്ടോ ഈ പറഞ്ഞ രാഷ്ട്രീയവുമായിട്ടോ ഒരു ബന്ധവുമില്ല. പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടനുണ്ടല്ലോ, ദേശീയവാദികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു നടനല്ല. എന്തിനദ്ദേഹം ഇത്തരം സിനിമകൾ പിടിക്കുന്നു എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെടുത്ത് നോക്കും. സാത്താൻ സേവയെ മഹത്വപ്പെടുത്തുന്ന സിനിമകൾ, തീവ്ര ഇസ്ലാമിനെ രക്ഷിച്ചെടുക്കുന്ന വെള്ള പൂശുന്ന സിനിമകൾ. എന്തിനാണ് പൃഥ്വിരാജ് ഇത് ചെയ്യുന്നത്? ഇത് രണ്ടും ഒന്ന് ദേശവിരുദ്ധമാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനികളെ ചൊറിയുന്നതാണ്. സാത്താൻ സേവയുണ്ട് നാട്ടിൽ, എനിക്കറിയാം, എൻ്റെ നാട്ടിലുണ്ട്. ഞാൻ ഒളിച്ചു നിന്ന് കണ്ടിട്ടുണ്ട്. വലിയ ഭീകരമായ ഏർപ്പാടാണ് സാത്താൻ സേവ. ബട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ സിനിമ, അതിൻ്റെ പേരുകൾ ഒക്കെ പുറത്ത് വന്നു കഴിഞ്ഞു. എവിടെ നിന്നാണ്, ഏത് സിനിമയിലാണ് ഈ സാത്താൻ സേവ പ്രചരിപ്പിക്കുന്നത്? അതിന് കുഴപ്പമില്ല. 1-2 സിനിമയിൽ ഇത് കാണിച്ചുകൊണ്ട് കുഴപ്പമില്ല. മന്ത്രവാദം, കൂടോത്രം, അറുകൊല, ഇതൊക്കെ സിനിമയിൽ കാണിക്കാറില്ലേ? അതുപോലെ സാത്താൻ സേവയും കാണിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് വെൻ യു ഡു ഇറ്റ് കണ്ടിന്യൂസ്ലി, ഇറ്റ് ബിക്കംസ് യുവർ അജണ്ട, ഓർ ഇറ്റ് വിൽ സീം ആസ് ഇഫ് യു ആർ ജസ്റ്റിഫൈയിങ് സാത്താൻ സേവ. ഇതാണ് പൃഥ്വിരാജിന് പറ്റുന്ന കുഴപ്പം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത് വേറെ കാര്യം. താല്പര്യമില്ലാത്തൊരു വിഷയം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. പോപ്പുലർ അല്ലാത്ത വിഷയങ്ങളും കൈകാര്യം ചെയ്യാം. അറുകൊല, മാടൻ, ചങ്ങല മാടൻ, നെരിപ്പോട് മാടൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സിനിമ പിടിക്കാം. ബട്ട് അതിനപ്പുറത്തേക്ക് ഇത് തന്നെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നും. യു ആർ റണ്ണിങ് എ നരേറ്റീവ് ആൻഡ് എഗൻസ്റ്റ് എ പെർട്ടിക്കുലർ റിലിജിയൻ. അത് കലാകാരന്മാരും ശ്രദ്ധിക്കേണ്ടതല്ലേ? കലാകാരന്മാർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്,
വേണം, അതിനുവേണ്ടി ഏതറ്റവും പോകുന്നവനാണ് ഞാൻ. അതേസമയം കലാകാരന്മാർ ജനങ്ങളിൽ ഈ ഒരു പരിഭ്രമമുണ്ടാക്കുന്ന രീതിയിൽ, ഉദ്വേഗമുണ്ടാക്കുന്ന രീതിയിൽ നിരന്തരമായിട്ട് സിനിമ പിടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അനുദ്വേഗകരം വാക്യം എന്ന് ഭഗവത്ഗീതയിൽ പറയും. നിങ്ങൾക്ക് ഏത് വാക്യം വേണമെങ്കിലും പറയാം, അത് കേൾക്കുന്ന ആളിൽ ഉദ്വേഗമുണ്ടാകരുത്, അയാൾ പരിഭ്രമിക്കരുത്, അയാൾക്ക് ആകെ കൂടെ നിക്കപ്പുറതിയില്ലാതെ ആക്കരുത്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിന് സാമർഥ്യമുള്ളവരുണ്ട്. അക്കൂട്ടത്തിലാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല. എനിക്ക് ദേശീയവാദികളോട് പറയാനുള്ളത്, അന്യഥാ നിങ്ങൾക്ക് പൃഥ്വിരാജിനോട് ദേഷ്യമുണ്ട് എന്നെനിക്കറിയാം, എനിക്കുമുണ്ട് ദേഷ്യം, കാരണം ഈ നരേറ്റീവ് ഓടിക്കുന്നുമുണ്ട്. ബട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പേരിലാണ് നോട്ടീസ് അയച്ചത് എന്ന് വിശ്വസിക്കരുത്, അത് ശരിയല്ല. ഇൻകം ടാക്സ് അങ്ങനെ ചെയ്യാറില്ല. സിനിമയുടെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് ഇൻകം ടാക്സിൻ്റെ വിഷയമല്ല, സിനിമയുടെ വരുമാനം എത്രയാണ് എന്നുള്ളത് വിഷയമാണ് താൻ. ഉള്ളടക്കം വിഷയമാകേണ്ടത് സെൻസർ ബോർഡിനായിരുന്നു. നിർഭാഗ്യവശാൽ അതായില്ല. അതേപ്പറ്റി ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ സെൻസർ ബോർഡിന് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സെൻസർ ബോർഡ് സ്വന്തം ഡ്യൂട്ടി ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇൻകം ടാക്സ് ഡ്യൂട്ടി ചെയ്യാതിരിക്കുമോ? ഇല്ല, ഇൻകം ടാക്സ് അവരുടെ ഡ്യൂട്ടി ചെയ്യും. അതിൻ്റെ വിശദവിവരങ്ങൾ പിന്നാലെ വരും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.